വിനോദ് സർ, കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഈ പാകിസ്ഥാൻ പിഎമ്മും പാകിസ്ഥാന്റെ ആർമി ചീഫായ ഈ അസീം മുനീറും കൂടി ഒരു സ്യൂട്ട് കേസ് തുറന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആ സ്യൂട്ട് കേസിനകത്ത് റെയർ എർത്ത് മിനറൽസ് ആണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരത് ട്രംപിന് ഷോ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ റെയർ എർത്ത് മിനറൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്യൂട്ട് കേസിൽ ഒരു സാധനം കൊണ്ടുവന്ന് ഈ പാകിസ്ഥാൻ പിഎമ്മും ആർമി ചീഫും കൂടി ട്രംപിന് കാണിച്ചു കൊടുക്കുന്നു. പാകിസ്ഥാൻ ഇറക്കുന്ന ഒരു ട്രംപ് കാർഡ് അത് ഇന്ത്യക്കെതിരാകുമോ? അല്ലെങ്കിൽ ഈ റെയർ എർത്ത് മിനറൽസ് ഇവരുടെ രാജ്യത്ത് നിന്ന് ട്രംപിനെ കൊണ്ടുചെന്ന് ഒരു സ്യൂട്ട് കേസിലാക്കി കാണിക്കേണ്ടുന്നതിന്റെ ഒരു ആവശ്യകത, ഇതൊക്കെയാണ് ഇന്റർനാഷണൽ മീഡിയ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ റെയർ എർത്ത് മിനറൽസ് പോലെയുള്ളവ അമേരിക്കൻ പ്രസിഡന്റിനെ കാണിക്കേണ്ടുന്ന ഒരു ആവശ്യകത എന്താണ്? ഇന്ത്യക്ക് ഈ വിഷയം ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്? എഗെയിൻ ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ഇതൊരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. അതിനു മുൻപ് ഇത് സാധാരണക്കാർക്ക്, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഈ റെയർ എർത്ത് എന്ന് പറയുന്ന മെറ്റൽസ്, എന്താണ് ഇതിന്റെ പ്രസക്തി എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ റെയർ എർത്ത് എന്ന എലിമെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്, ഒരു 17 എലിമെന്റുകൾ, അതായത് മെറ്റാലിക് എലിമെന്റുകളുള്ള ഒരു കുറെ മൂലകങ്ങളെയാണ് ഈ റെയർ എർത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിയോഡൈമിയം എന്ന് പറയും, ഡിസ്പ്രോസിയം എന്ന് പറയും, അല്ലെങ്കിൽ ലൻഡാനം എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു 17 വളരെ അപൂർവമായ മൂലകങ്ങൾ, മെറ്റലാണ് അവ. അവനെയാണ് പറയുന്നത്. ഇവയ്ക്ക് നമ്മൾ ഈ ക്ലീൻ എനർജി എന്ന് പറയും, അതായത് ശുദ്ധമായ എനർജി. നമ്മളിപ്പം ബാറ്ററി അല്ലെങ്കിൽ സോളാർ അല്ലെങ്കിൽ വിൻഡ് എനർജി ഇത് സ്റ്റോർ ചെയ്യുക, ഇതിനകത്തൊക്കെയുള്ള ബാറ്ററികൾക്ക് വളരെ പ്രസക്തിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക്, ഡിഫൻസിന്റെ ആവശ്യങ്ങൾക്ക് വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഹൈടെക് ഇലക്ട്രോണിക്സ്, ഇപ്പൊ യുദ്ധത്തിലൊക്കെ ഡിഫൻസിന്റെ ഒക്കെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ വളരെ പ്രസക്തിയുണ്ട്. അപ്പൊ ഇതാണ് ഈ മൂലകങ്ങളുടെ വലിയ ഒരു പ്രസക്തി. അപ്പൊ എന്താണ് ചെയ്തത്? ഈ നമ്മൾ കാണുന്നതെല്ലാം ഒരു ഫോട്ടോയാണ്. ഇതൊരു വെറും എന്താണ് ആ ഫോട്ടോയിൽ നമ്മൾ കണ്ടത്? പാകിസ്ഥാൻ ആർമി ചീഫ്, നമ്മൾ അവരുടെ പുതിയ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഒരു ഒരു സ്യൂട്ട് കേസ് അല്ല, അല്ലെങ്കിൽ ഒരു തടിപ്പെട്ടി തുറന്നിട്ട്, വലിയ ഒരു തടിപ്പെട്ടി തുറന്നിട്ട് അതിനകത്ത് കുറെ സാധനങ്ങൾ, തിളങ്ങുന്ന സാധനങ്ങളും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനകത്ത് റെയർ എർത്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്ന ചില സാധനങ്ങളെ ആർക്കാണ് കാണിച്ചു കൊടുക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റിന്, അതായത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ ഓവൽ ഓഫീസിൽ വെച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കുന്നു. കൂട്ടത്തില് പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെറീഫും നിൽപ്പുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ചിത്രം. ഈ ചിത്രമാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഒരു ചെറിയ ഒരു ചിത്രമായിട്ട് മാത്രം നമ്മൾ കാണാൻ പാടില്ല. അതായത് പാകിസ്ഥാന്റെ ഒരു ലോകത്തിനോടുള്ള ഒരു പിച്ചിങ് എന്ന് പറയും, ബിസിനസ് പിച്ചിങ് എന്ന് പറയും. എന്താണത്? ഞങ്ങൾ ഒരു മിനറൽ റിസർവ് ഉള്ള, അല്ലെങ്കിൽ വളരെ ഈ അപൂർവ ലോഹങ്ങളുടെ ഒരു റിസർവ്, അല്ലെങ്കിൽ ഒരു നമുക്ക് അവർക്ക് അതിനകത്തുള്ള ആവശ്യത്തിൽ കൂടുതൽ സംവിധാനമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അതിന്റെ പുറത്ത് അമേരിക്കയുമായിട്ട് ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, ലോകത്തെ രാജ്യങ്ങളെല്ലാം ഈ പാകിസ്ഥാനെ ഇപ്പൊ ഒരു തെമ്മാടി രാഷ്ട്രം എന്നാണ് കരുതുന്നത്. അവരിങ്ങനെ പിന്നെ ചൈനയ്ക്ക് വേണ്ടിയായാലും ശരി, UK വേണ്ടിയായാലും ശരി, അമേരിക്കയ്ക്ക് വേണ്ടിയായാലും ശരി, ഗുണ്ടാപ്പണി നടത്തുന്ന, എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഗുണ്ടാ രാഷ്ട്രം, അല്ലെങ്കിൽ റോഗ് നേഷൻ എന്നാണ് പൊതുവെ. അപ്പൊ അവരുടെ ആ ഇമേജ് മാറ്റി ഞങ്ങൾ അമേരിക്കയുമായിട്ട് പുതിയ തലത്തിൽ ഇടപെടുന്നു എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു തന്ത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്കറിയാം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു സംഭവമല്ലെന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അതായത് 2025 സെപ്റ്റംബർ 8 പാകിസ്ഥാൻ ഫ്രോണ്ടിയർ വർക്ക് ഓർഗനൈസേഷൻ, അതായത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ ഫ്രോണ്ടിയർ വർക്ക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഇത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ തന്നെ, പാകിസ്ഥാൻ ആർമിയുടെ തന്നെ ഒരു, നമ്മുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നമുക്കുള്ളതുപോലെ ഒരു ഓർഗനൈസേഷനാണ്. ഇവര് ഈ അതിർത്തികളിൽ ഉള്ള ജോലികൾ ചെയ്യാനുള്ള പാകിസ്ഥാൻ ഫ്രോണ്ടിയർ വർക്ക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന FWO എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവരും
ഈ ഒരു അമേരിക്കയിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് സ്ട്രാറ്റജിക് മെറ്റൽസ് എന്ന് പറയുന്ന വേറൊരു കമ്പനിയുമായിട്ട് ചേർന്ന് $500 മില്യൺ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ആന്റിമണി, കോപ്പർ, ഗോൾഡ്, ടങ്സ്റ്റൺ, അതുപോലത്തെ റയർ എർത്ത് എലിമെന്റ്സ് ഒക്കെ അവർ കയറ്റി അയക്കും, അമേരിക്കയിലോട്ട് കയറ്റി അയക്കും ഈ കമ്പനിക്ക് വേണ്ടി. 2026-28 ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു പോളി മെറ്റാലിക് റിഫൈനറി, അതായത് ഇത്തരം ലോഹങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന, പലതരം ലോഹങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു സംവിധാനം പാകിസ്ഥാനിൽ അമേരിക്ക സ്ഥാപിക്കും. അമേരിക്കയുടെ അതായത് സഹായത്തോടുകൂടി സ്ഥാപിക്കും. എന്തിന്? ഇതിനെ ഒന്ന് സംസ്കരിച്ചെടുക്കാൻ. ഇപ്പം ഉള്ളത് നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ സംസ്കരിക്കാത്തത് കൊടുക്കും, മറ്റത് വാല്യൂ അഡീഷൻ എന്ന് പറയും, അതായത് ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊടുക്കും. ഇനി 2028 ആകുമ്പോഴത്തേക്കും നമുക്കറിയാം, ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ്. ഈ പാകിസ്ഥാന്റെ ഏകദേശം 40% ഭൂവിസ്തൃതി വരുന്ന ഒരു വലിയ പ്രദേശമാണ്. അതിനകത്ത് ഇഷ്ടം പോലെ ഇത്തരം മൂലകങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോ സ്വാതന്ത്ര്യം നേടിയ മൂന്നാമതൊരു രാജ്യമാണ്, ധാരണയനുസരിച്ച് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് ബലൂചിസ്ഥാൻ എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ പാകിസ്ഥാൻ ആർമി അവിടെ അതിക്രമിച്ച് കയറി ഈ കാശ്മീർ അതിക്രമിച്ച് കടന്നതുപോലെ അതിക്രമിച്ച് കയറി കീഴ്പ്പെടുത്തിയതാണ് ബലൂചിസ്ഥാനെ. എന്നിട്ട് അത് പാകിസ്ഥാന്റെ കൂടെ ചേർത്തു. ഇത് നമ്മൾ മനസ്സിൽ വച്ചേക്കണം. അതുകൊണ്ടാണ് ഈ ബലൂചിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യ സമരം നടത്തുന്നത്. അതൊരു സ്വതന്ത്ര രാജ്യമായിട്ട് UK, അതായത് ബ്രിട്ടൻ പോലും അംഗീകരിച്ചതാണെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ ഇവരുടെ പ്രശ്നം കാരണം ചൈനയ്ക്ക് അവിടെ താല്പര്യങ്ങൾ കുറഞ്ഞു തുടങ്ങി. കാര്യം ചൈന അവിടെ എന്ത് ചെയ്തിട്ട് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയോടുകൂടി BLA പൊരുതി നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ ആളെ പിടിച്ചോണ്ട് പോകും, തട്ടിക്കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോൾ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുമോ എന്ന് പാകിസ്ഥാന് സംശയമുണ്ട്. അപ്പൊ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടാതിരിക്കാൻ അവിടുത്തെ മൊത്തം റിസോഴ്സുകളെ അമേരിക്കയ്ക്ക് കൊടുത്ത് കാഴ്ചവെക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ കണ്ടത്. അല്ലെങ്കിൽ അത് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇത്രയും നാൾ ചൈനയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ചൈനയ്ക്ക് ഇപ്പൊ രക്ഷയില്ലാതെ വന്നപ്പോ എന്തു പറ്റി? ചൈന ഒന്ന് പതുങ്ങി. ആ സമയത്ത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൊടുത്തു. ഇതാണ് ഇപ്പൊ അവിടെ നടക്കുന്നതിന്റെ കാരണം. അമേരിക്കയെ സംബന്ധിച്ചോളം ഈ മിനറൽസ് ചൈനയിൽ നിന്നാണ് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്നത്. ചൈന അവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ബാർഗെയിൻ ചെയ്തു എന്നുള്ള കഥ നമുക്കറിയാം. അവരോട്ടുള്ള ഈ വണ്ടികൾക്ക്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് ആവശ്യമുള്ള ഇത്തരം റയർ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതി നിർത്തിവെച്ചാണ് ചൈന അമേരിക്കയോട് ബാർഗെയിൻ ചെയ്തത്. ഈ അമേരിക്കയെ സംബന്ധിച്ചോളം ഇത് അവരുടെ ഇലക്ട്രിക് വെഹിക്കിളിനായാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളാർ വിൻഡ് എനർജിക്കായാലും ശരി, സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാനായാലും ശരി, അവരുടെ ഡിഫൻസ് സപ്ലൈ ചെയിനൊക്കെ ഈ മൂലകങ്ങൾ വളരെ ആവശ്യം. അപ്പൊ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, അത് പാകിസ്ഥാൻ കൃത്യമായി മുതലെടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ അതിനകത്തുള്ള റെലവൻസ് ചോദിച്ചിട്ടുണ്ടല്ലോ നീതു. ആ ഇന്ത്യയുടെ റെലവൻസും കൂടെ പറയാം. നമുക്ക് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന മിനറൽസ് സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. മിനറൽസ് സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്. ഈ റയർ എർത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലോബൽ ഒരു സഖ്യമാണ്. അതിനകത്ത് നമ്മുടെ മെമ്പർഷിപ്പ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിൽ, ഇതിന്റെ ഗ്ലോബൽ സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കൊരു സീറ്റ് അവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യക്ക് തന്നെ ഏകദേശം 8.5 മില്യൺ ടണ്ണുകൾ റയർ എർത്തിന്റെ ശേഖരമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു എന്താണ്, കേരളത്തിൽ തന്നെയുള്ള ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് നമുക്കറിയാം. അപ്പോ അതിന്റെ കൂട്ടത്തില് കാഞ്ചി വിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഓവർസീസ് ഡീൽ, അർജന്റീനയിലെ ലിഥിയം ബ്ലോക്കുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ലഡാക്കില് ലിഥിയത്തിന്റെ ധാരാളം ശേഖരമുണ്ടെന്ന് പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇത്തരം മൂലകങ്ങൾ, പ്രധാനമായിട്ടും ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഈ മൂലകങ്ങൾ എവിടെ കിട്ടുമെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ചൈന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ചൈന എല്ലായിടത്തോട്ടും പൊക്കണ്ടിരുന്നത്.
ഈ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെക്കാളും ബഹുദൂരം മുന്നിലാണ്, അമേരിക്കയെക്കാളും യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ. കാരണം ഇന്ത്യ ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ, അമേരിക്കയായിട്ടുള്ള പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ മോദി പല ഘാന പോലുള്ള പല രാജ്യങ്ങൾ സന്ദർശിക്കുക, നേരത്തെ പറഞ്ഞ പോലെ അർജന്റീന സന്ദർശിച്ചു. നമ്മളൊക്കെ വിചാരിച്ചു എന്തിനാ മോഡി ഇവിടെയൊക്കെ പോണെന്ന്. അപ്പൊ അത് ഈ കോബാൾട്ട് അല്ലെങ്കിൽ കോപ്പർ, റെയർ എർത്ത് ഒക്കെ കാര്യത്തിന് വേണ്ടിയായിരുന്നു മോദി പോയി സഞ്ചരിച്ചു കൊണ്ടിരുന്നതും ധാരണകൾ ഉണ്ടാക്കിയത്. അപ്പോ ഇതിനകത്ത് നമുക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ പാകിസ്ഥാൻ, ഇന്ത്യ, US എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിന്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അമേരിക്കയ്ക്ക് വളരെ താല്പര്യമുള്ളതാണ് ഈ മിനറൽസ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അതായത് ഒരു ഗുണ്ടയോട് അടുക്കുന്നത് വേറെ, അല്ലെങ്കിൽ അവിടെ റിസോഴ്സ് ഉള്ളപ്പം അമേരിക്ക അടുക്കുന്നത് വേറെ. ഇത് രണ്ട് കാര്യമാണ്. അത് നമ്മളൊന്ന് എപ്പോഴും മുന്നിൽ കരുതണം. അല്ല നമുക്കിത് കിട്ടൂലെന്നുള്ളതല്ല. അമേരിക്ക ഒരു പക്ഷെ കൂടുതൽ പാകിസ്ഥാനുള്ള അടുക്കാനുള്ള ഒരു, ഈ നമ്മൾ പറയില്ല ജിയോ പൊളിറ്റിക്കൽ ബാലൻസിങ് എന്ന് പറയുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യ, അമേരിക്ക, പാകിസ്ഥാൻ ട്രയാങ്കിളിന്റെ ആ ഷേപ്പിൽ മാറ്റം വരുത്തും. ചൈനയ്ക്ക് ഒട്ടും പിടിക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ അമേരിക്ക ബലൂചിസ്ഥാന് വരുന്നത്. അവര് അവിടെ നമുക്കറിയാം ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു വലിയ റോഡ് സംവിധാനം ഉണ്ടാക്കി. ഗദ്ദാർ എയർപോർട്ട്, ശരിക്കും പറഞ്ഞാൽ ഗദ്ദാർ സീ പോർട്ട്, തുറമുഖം ചൈന ഉണ്ടാക്കിയതാണ്. അവിടെ കൊണ്ടൊന്നും ഇപ്പൊ കപ്പലുകളൊന്നും കയറി പോകുന്നില്ല. ഒരു വർഷത്തിൽ തന്നെ 10-30 കപ്പലേ ഉള്ളൂ. കാരണം അവിടെ കൂടെ കൊണ്ട് കപ്പലിൽ കൊണ്ട് സാധനം കയറ്റാൻ ഈ BLA സമ്മതിക്കില്ല. അവിടെ അട്ടിമറി, പ്രശ്നം, വെടിവയ്പ്, കത്തീര്, ഇതൊക്കെയുണ്ട്. മാത്രമല്ല നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, ബലൂചിസ്ഥാനും ഖൈബർ പക്തൂങ്കയിലാണ് പാകിസ്ഥാൻ ബോംബറുകൾ കൊണ്ട് കുറച്ച് ദിവസം മുമ്പ് കൊണ്ട് ബോംബിട്ടത്. നമ്മളത് ചർച്ച ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഇവിടെയൊക്കെ പ്രശ്നമുള്ളപ്പം ഈ ഗദ്ദാർ പോർട്ടിലോട്ടുള്ള ചരക്ക് നീക്കം തന്നെ പ്രശ്നമാണ്. കയറ്റി വിടാൻ തന്നെ പാകിസ്ഥാന് പ്രശ്നമാണ്. മാത്രമല്ല അമേരിക്ക അവിടെ വന്ന് സ്ഥിരമായിട്ട്, അമേരിക്കൻ കപ്പലുകൾ അവിടെ വന്ന് സ്ഥിരമായി കിടന്ന് ചരക്കുകൾ കൊണ്ടുപോകുന്നത് നമ്മുടെ സെക്യൂരിറ്റിക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം വരും. ഒരു പ്രശ്നം വന്നാൽ ഗദ്ദാർ ആക്രമിക്കണോ വേണ്ടയോ എന്നുള്ള ഇഷ്യൂ വരും, അമേരിക്കയെ പ്രകോപിപ്പിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പാകിസ്ഥാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു തന്ത്രമായിട്ട് വേണം നമ്മൾ ഇതിനെ കരുതാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് ക്രിട്ടിക്കൽ ഒരു സപ്ലൈ ഉണ്ടല്ലോ, നമുക്ക് വേണ്ട സപ്ലൈ നമ്മൾ വളരെ കൃത്യമായിട്ട് വിപുലീകരിക്കണം. നമ്മൾ അതിന്റെ എക്സ്പാൻഷന് പോകേണ്ടി വരും. മാത്രമല്ല നമ്മൾ അതിനെ റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാഞ്ചി വിദേശ് ഇന്ത്യ ലിമിറ്റഡിന്റെ അവർ ഇപ്പൊ തന്നെ ലിഥിയമത്തിനുള്ള ധാരണയുണ്ട്. അത് കൊബാൾട്ടും മറ്റ് മെറ്റൽസിലോട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോ ഇവരുടെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇത് അമേരിക്കയ്ക്കോട് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളോട്, അമേരിക്ക ഇവിടെ റിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളുടെ ഇവിടെ ഒരു മൾട്ടി മിനറൽ ഫാക്ടറി സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ തരും. അതായത് പാകിസ്ഥാൻ വേറൊരു തന്ത്രം പയറ്റുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ അടികെട്ടി പണി മേടിച്ച് പിടിച്ചതോടുകൂടി അവര് സകല തന്ത്രവും ഉപയോഗിച്ച് പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്, പുതിയ ബന്ധങ്ങൾ മെനഞ്ഞെടുക്കുകയാണ്. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു വലിയ പ്രശ്നം. മാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മറൈൻ സെക്യൂരിറ്റി, അമേരിക്കയ്ക്കുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു പോർട്ട് ഗദ്ദാർ തുറമുഖത്ത് ബലൂചിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ, അമേരിക്ക ബലൂചിസ്ഥാനിൽ പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാധ്യത അടയും. അത് അമേരിക്ക നോക്കിക്കൊള്ളുമെന്നാണ് പാകിസ്ഥാന്റെ മറ്റൊരു തന്ത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം. നമ്മുടെ റെയർ എർത്ത്, നമ്മളെ പറയാം കേരളത്തിന് വലിയ പ്രസക്തമായ കാര്യമാണ് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കേരളത്തിലുള്ള സ്ഥാപനമാണ്. അതുപോലെ ഇത് റെയർ എർത്തിന്റെ വേറെയും സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് നമ്മൾ ശരിയായി അഗ്രസീവായിട്ട് അതിന്റെ ഫങ്ഷനിങ് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇന്ത്യ പുതിയ ബന്ധങ്ങൾ, പുതിയ സാധ്യതകൾ, പുതിയ നയതന്ത്ര സ്ട്രാറ്റജികൾ എല്ലാം വേണ്ടിവരും. ബലൂചിസ്ഥാന്റെ ഇഷ്യൂ ഒരു വലിയ മേജർ പ്രശ്നമായിട്ട് വരും. ഗദ്ദാർ പോർട്ട് നമുക്ക് വളരെ പ്രസക്തമായ ഒന്നാണ്. അപ്പൊ ഇങ്ങനെ വളരെ നമ്മൾ സാധാരണഗതിയിൽ ആളുകൾ പറയാത്ത പലതരം കോംപ്ലിക്കേഷൻസ് അടങ്ങിയിരിക്കുന്ന, സങ്കീർണതകൾ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ബഹിർസ്ഫുരണമാണ് നമ്മളെ കണ്ട ചിത്രം. അതായത് ഈ അസിം മുനീറും അവിടുത്തെ പ്രധാനമന്ത്രിയും ഇതുകൊണ്ട് ഇങ്ങനെ ബലൂചിസ്ഥാൻ
ഒരു ബോക്സിൽ വെച്ച് കൊടുത്തതുപോലെ വേണം നമ്മൾ അതിനെ കാണാൻ. അത് വളരെ ഓഫ് കോഴ്സ് നമുക്കിത് പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തലേക്കല്ലന്മാർക്കും ഇതൊക്കെ ആലോചിക്കാൻ പറ്റും. അവരതിന് വേണ്ട നടപടികൾ എടുക്കുന്നുണ്ടാകും. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. എന്തായാലും റെയർ എർത്ത് മിനറൽസ് പാകിസ്ഥാനിൽ നിന്ന് ട്രംപിനെ കൊണ്ടുചെന്ന് കാണിച്ചിരിക്കുകയാണ് അസീം മുനീറും അതുപോലെ തന്നെ പാക് പ്രധാനമന്ത്രിയും. എന്തായാലും ഏത് രീതിയിൽ ഇത് ഇന്ത്യയെ ബാധിക്കും എന്ന കാര്യത്തിനാണ് വിനോദ് സാർ വ്യക്തമായ ഒരു ഉത്തരം നൽകിയിരിക്കുന്നത്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.